ചൈനീസ് വൻമതിലിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. വളരെ കൗതുകകരമെന്ന് തോന്നിയ ചില കാര്യങ്ങളെ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും ദൈർഘ്യമുള്ള ഒരു മതിൽ, ചൈനയിലെ വൻമതിൽ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഏകദേശം 2004 കിലോമീറ്ററുകൾ നീളമുള്ള 1684 മൈൽ, അതിൽ കൂടുതൽ നീളം വരുന്ന, ഉയരം 4.57 മീറ്റർ മുതൽ 9.2 മീറ്റർ വരെ, ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്, കനം എന്നൊക്കെ പറയുന്നത് 9 മീറ്ററിൽ കൂടുതൽ വീതി, ഇത്രയും നീളത്തിൽ ഒരു മതിൽ നിർമ്മിക്കപ്പെടുന്നു. അതും ഈ മതിൽ നിർമ്മാണ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അനായാസം നിർമ്മിക്കാനാകുന്ന നിർമ്മാണ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്തെ ഈ കൂറ്റൻ മതിൽ നിർമ്മാണം എന്തിനു വേണ്ടി? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലുള്ളവർക്ക് ചൈന സാമ്രാജ്യത്തിൽ ഒരു കണ്ണ് അതെന്നും ഉണ്ടായിരുന്നു. വിവിധ പ്രവിശ്യകളായിട്ട് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അന്നൊക്കെ ചൈന നിലനിന്നിരുന്നത് എന്ന് വേണം കരുതാൻ. 5 ദശാബ്ദത്തോളം അവർ ചൈനയിലെ ജനങ്ങളെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതായത് ചൈനയ്ക്ക് ചുറ്റുമുള്ള, ഇപ്പോൾ നമ്മൾ കാണുന്ന ചൈനയ്ക്ക് ചുറ്റുമുള്ള മംഗോളിയരടക്കമുള്ള ആളുകൾ സ്ഥിരമായി ചൈനീസ് ജനതയെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത് ഈ ചൈനീസ് സാമ്രാജ്യത്തിനകത്ത് തന്നെയുള്ള പ്രവിശ്യകളിൽ നിന്ന് പോലും ഈ പറയുന്ന വടക്കൻ പ്രവിശ്യയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ളൊരു ആക്രമണോത്സുകത സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ചൈനയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജവംശത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മാറുമെന്നുള്ള ഒരു ആ രാജാവിൻ്റെ ഒരു സ്വപ്ന ദർശനമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വൻ മതിലിൻ്റെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത്. മതിലിൻ്റെ പണി തുടങ്ങുന്നു. ഷാങ് ഹൈവാൻ എന്ന സ്ഥലത്തു നിന്നാണ് അത് ആരംഭിച്ചത്. ഈ മതിലിൻ്റെ ഭിത്തികൾ അല്ലെങ്കിൽ തുടക്കവും ഒടുക്കവും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കടലിലാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത്. ഈ ഭിത്തിയുടെ പണി നടന്നു പോകും തോറും ഒരുപാട് ചോരപ്പുഴകൾ ഒഴുകി എന്നുള്ളതാണ് സത്യം. ഈ മതിൽ പൂർത്തീകരിക്കണമെന്ന മോഹം ഇവിടുത്തെ രാജാവിന് വർദ്ധിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം ഒട്ടും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമായി മാറുകയായിരുന്നു. ഏകദേശം 10,000-കണക്കിന് ആളുകൾ വൻമതിലിൻ്റെ നിർമ്മാണ രംഗത്ത് മൃഗങ്ങളെപ്പോലെ പണിയെടുത്തിരുന്നു. തീർച്ചയായിട്ടും പഴയകാലത്തെ നിർമ്മിതികളിലെല്ലാം തന്നെ ഇതുപോലെ മനുഷ്യരുടെ അധ്വാനം വളരെ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു, ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു സത്യം. എന്തായാലും ഈ നിർമ്മാണ സമയത്ത് ആരും വിശ്രമിക്കാൻ പാടില്ല എന്നായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന. ആരെങ്കിലും ഇടയ്ക്ക് വിശ്രമിച്ചാൽ പിന്നെ വൻമതിലിനുള്ളിൽ തന്നെ ഇവരെ സമാധിയാക്കി നിത്യവിശ്രമം നൽകുന്ന ഒരു രീതിയായിരുന്നു ചക്രവർത്തിയും അനുചരന്മാരും അനുവർത്തിച്ചു പോന്നിരുന്നത്. എന്തായാലും ആ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനോ ദാഹിച്ച് വലയുന്നവർക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കുന്നതിനോ ഇതിന് പോലും ആരും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ഇതിൻ്റെ സുരക്ഷയ്ക്കും ഇതിൻ്റെ മേൽനോട്ടത്തിനുമൊക്കെ ചക്രവർത്തിയുടെ കിങ്കരന്മാർ യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയായിരുന്നു. വിശ്രമമില്ലാത്ത ജോലിയായിരുന്നു അവർക്ക്. ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പോലും രാജകിങ്കരന്മാർ ജോലിക്കാരെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. എന്തായാലും മതിൽ 15 വർഷങ്ങൾ കൊണ്ട് അനേകം താഴ്വരകളും മലനിരകളും ഗർത്തങ്ങളും എല്ലാം പിന്നിട്ട് വളരെ വലിയ ഒരു ലോകാത്ഭുതമായിട്ട് പര്യവസാനിക്കുകയായിരുന്നു. മതിലിൻ്റെ പല ഭാഗങ്ങളും കാലക്രമേണ വളരെ പെട്ടെന്ന് തന്നെ നാശോന്മുഖമായി മാറുകയും നശിച്ച് വീഴുകയൊക്കെ ചെയ്തതോടുകൂടി മംഗോളിയർ പോലുള്ളവർ ചൈനയെ ആക്രമിക്കാൻ വരികയും വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ചൈനയുടെ ഈ സുരക്ഷാ മതിലിനെ വലിയ തരത്തിൽ ഭംഗം സംഭവിക്കുകയും വിള്ളലുകൾ വീഴുകയും ചൈനീസ് സാമ്രാജ്യത്തിന് തന്നെ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പം ഒരു ഭാഗത്ത് ചൈനയുടെ കടലിൽ നിന്ന്, ഒരു കടൽ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ഈ ഒരു മതിൽ 2000 കിലോമീറ്ററുകൾ പിന്നിട്ട് മറ്റൊരു ഭാഗത്ത് അവസാനിക്കുമ്പോൾ പൊളിഞ്ഞു വീണ പല ഭാഗങ്ങളുമായി ഇന്നും ചൈനീസ് വൻമതിൽ ഒരു ലോകാത്ഭുതമായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്.